അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ CBI കേസെടുത്തത്. മുംബൈയിലെ 3 കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്ത് 1 കോടി വിലയുടെ അപ്പാർട്ട്മെന്റ്, കൊല്ലം കടപ്പാക്കടയിൽ 8 കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം കെ.എം. എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണെന്നാണ് ആരോപണം. കെ.എം. എബ്രഹാമിനെതിരെയുള്ള പരാതി ആദ്യം അന്വേഷിച്ചത് സംസ്ഥാന വിജിലൻസ് ആയിരുന്നു. അന്ന് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഉദ്യോഗസ്ഥർ കെ.എം. എബ്രഹാമിന്റെ വീട്ടിൽ കയറി പരിശോധന നടത്തിയത് വലിയ വിവാദമായിരുന്നു. അന്ന് പെൻഡൌൺ സമരം നടത്തിയാണ് IAS ഉദ്യോഗസ്ഥർ പ്രതിഷേധം അറിയിച്ചത്. പിന്നീട് ജേക്കബ് തോമസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറിയതോടെ കെ.എം. എബ്രഹാമിന് ക്ലീൻ ചീറ്റ് ലഭിക്കുകയും ചെയ്തു. തുടരന്വേഷണം നടത്തണമെന്ന ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി 2017 തള്ളി. അതോടെ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ 2018 ഹൈക്കോടതിയെ സമീപിച്ചു. 2025 ഏപ്രിൽ 11 കേസ് CBI അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. പരാതിക്കാരന്റെ മൊഴി, വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്, മറ്റ് സുപ്രധാന രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് K. ബാബു CBIക്ക് നിർദ്ദേശം നൽകിയത്. CBI കൊച്ചി യൂണിറ്റ് സൂപ്രണ്ടിനാണ് കോടതി അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.